നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ചെയ്യൽ പോളിംഗ് ഓഫീസറെയും BLOയും സസ്പെൻഡ് ചെയ്തു. പെരുമാറ്റച്ചട്ട ലംഘനം ഷഫി പറമ്പിലിനെതിരെ നോട്ടീസ്. പീക്ക് സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് ഒഴിവാക്കുക. KCB. ജനാധിപത്യം തകർത്ത് സ്വച്ഛാധിപത്യത്തിലേക്ക് രാജ്യത്തെ മോദി നയിക്കുന്നു. പ്രകാശ് കാരാട്ട്. ഗൂഡല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കോട്ടയം സ്വദേശിനിക്ക് പരിക്ക്. ഇടതുപക്ഷത്തെ നശിപ്പിക്കാനായി വടിവെട്ടിക്കൊടുക്കുന്ന മാധ്യമ മുന്നണി തെളിയുന്നത് ബദൽ മാധ്യമ സംസ്കാരത്തിന്റെ അനിവാര്യത. മുഖ്യമന്ത്രി. CAക്കെതിരെ പരസ്യം. താനൂരിൽ സുപ്രഭാതം പത്രം കത്തിച്ചു മുസ്ലിം ലീഗ് നേതാവ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ചെയ്യിക്കൽ പോളിംഗ് ഓഫീസറെയും BLOയും സസ്പെൻഡ് ചെയ്തു. വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്നതിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70 നമ്പർ ബൂത്തിനെ ഒരു വോട്ട് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തിച്ചതെന്ന പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ സസ്പെൻഡ് ചെയ്തു. നിയമസഭാ മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഖാർഗ, ജില്ലാ ലേ ഓഫീസർ A. രാജ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ശ്രീലത എന്നിവരെ ചുമതലപ്പെടുത്തുകയും കളക്ടർ അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ചെയ്ത വോട്ടിന്റെ സാധുത സംബന്ധിച്ചും തുടർ നടപടിയെക്കുറിച്ചും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമം 951-134, ഇന്ത്യൻ ശിക്ഷാ നിയമം 171F വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്കാണ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി. മലയോരവും ചുവന്നു തന്നെ. മലയോര ഗ്രാമങ്ങളിലേക്കും ജയരാജന്റെ കട്ടൗട്ടുകളാണ് എങ്ങും ചുവന്നു തുടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വരവേൽക്കുമ്പോൾ ഗ്രാമങ്ങളിലെല്ലാം MV ജയരാജന്റെ പേരാണ് ഉയരുന്നത്. തങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എന്നും കൂടി നിന്നവരുടെ കൂടെ ഞങ്ങളും എപ്പോഴും ഉണ്ടാകുന്ന മലയോര നിവാസി. പേരാവൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ 3ാം വട്ട പര്യടനത്തിനെത്തിയപ്പോൾ ഏലപ്പീടിക മുതൽ ചാമശ്ശേരി വരെ നീണ്ട 20 സ്വീകരണ കേന്ദ്രങ്ങളും ജനനിബിഡമായിരുന്നു. CPM ഇരിട്ടി ഏരിയ ചുവപ്പ് വൾഡർ ബാൻഡ് ടോപ്പ് ആവേശത്തോളം ഉയർത്തി സ്ഥാനാർത്ഥിക്ക് കമ്പടിയായി. പൂക്കളും ബൊക്കകളും ഹാരമണിയിച്ചുമാണ് സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും അടങ്ങിയ ആബാലവൃദ്ധം സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയത്. പടക്കങ്ങളും പാട്ടുകളും കലാവതരണങ്ങളും അവസാനവട്ട സ്ഥാനാർത്ഥി പര്യടനം കളറാക്കി. ചെണ്ടമേളകളും TK ബാഹുലേയൻ്റെ നേതൃത്വത്തിലുള്ള കലാജാതി സ്ഥാനാർത്ഥി സ്വീകരണം കേന്ദ്രങ്ങളെ സർഗാത്മകമാക്കി. മുഴക്കുന്ന് നെല്ലൂരിൽ രാജ്കുമാർ കൂത്തുപറമ്പിൻ്റെ ഏകവാത്ത നാടകവും വൈവിധ്യമായി. പര്യടനം രാത്രിയേറെ വൈകി ചാവശ്ശേരി ലോക്കൽ റാലിയിൽ സ്ഥാനാർത്ഥിയെത്തി സംസാരിച്ചതോടെയാണ് സമാപിച്ചത്. വിനോദയാത്രയ്ക്കിടെ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. കുളപ്പുറം ഈറ്റക്കുഴി പരേതനായ ഭാസ്കറിന്റെ ഭാര്യ തങ്കമ്മയ്ക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച പുലർച്ചെ 5:30യോടെയാണ് തെരേപ്പള്ളി ചെക്ക് പോസ്റ്റിന് സമീപത്തായിരുന്നു സംഭവം. ശുചിമുറിയിൽ കയറി തിരികെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നാലെ എത്തിയ കാട്ടാന തുമ്പിക്കൈക്ക് തങ്കമ്മയെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ശേഷം ചവിട്ടിയെങ്കിലും ആനയുടെ കാലുകൾക്കിടയിൽപ്പെട്ടതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൂടെയുണ്ടായിരുന്നവർ ബഹളമുണ്ടാക്കിയപ്പോൾ ആന ഓടിപ്പോയി. തലയ്ക്കും നടുവിനും ഗുരുതരമായ പരിക്കേറ്റ തങ്കമ്മയെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഗൂഡല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കി. വെള്ളിയാഴ്ച കൊടുങ്ങൂർ 15ാം മൈലിൽ നിന്ന് തങ്കമ്മയുടെ അമ്മാവന്റെ കുടുംബങ്ങൾക്കൊപ്പം ബസ്സിൽ മൈസൂരിലേക്കായിരുന്നു യാത്ര. കൂടെയുണ്ടായിരുന്ന കൊടുങ്ങൂർ പുള്ളോലിൽ അനീഷ് ആനയുടെ കൊമ്പുകൊണ്ട് പരിക്കേറ്റിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വാർത്തകൾ മുഖാന്തര മാധ്യമങ്ങൾ തമസ്കരിക്കുകയും ഇടതുവിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ പ്രതിരോധം തീർത്ത് സത്യത്തെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നവർക്ക് അഭിനന്ദനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് വ്യാജ വാർത്തകൾ എന്ന പോലെ സർവേകൾ തട്ടിക്കൂട്ടി വടിവെട്ടി കൊടുക്കുന്നവരായി മാധ്യമ മുന്നണി മാറി. ബദൽ മാധ്യമ സംസ്കാരത്തിന്റെ അനിവാര്യതയാണ് ഇവിടെ തെളിയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വാർത്തകൾ മുഖാന്തര മാധ്യമങ്ങൾ തമസ്കരിക്കുകയാണ്. പകരം LDFനെതിരായ നുണകളും വാർത്തകളും ആഘോഷിക്കുന്നു. ചെറിയ സംഭവങ്ങൾ പോലും പർവ്വതീകരിച്ചോ തുടർ വാർത്തകളാകുന്നു. വലതുപക്ഷം ഉയർത്തുന്ന വില കുറഞ്ഞ ആക്ഷേപങ്ങൾ പോലും മുഖ്യ വാർത്തകളായി ചില പ്രധാന മാധ്യമങ്ങളുടെ 1ാം പേജിൽ സ്ഥാനം നേടുന്നു. LDF നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളോ പ്രസംഗത്തിൽ ഉന്നയിക്കുന്ന കാതലായ വിഷയങ്ങളോ ഈ മാധ്യമങ്ങൾ അവഗണിക്കുന്നു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശീലയാണ് നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം. അത് ജനങ്ങൾക്ക് വിലക്കും വിധമാണ്.
ഏകപക്ഷീയമായി വാർത്തകളും വിശകലനങ്ങളും അവതരിപ്പിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ പെരുമാറുന്നത് LDF എന്ന മുന്നണിയെ അവർ അപ്രഖ്യാപിതമായി ബഹിഷ്കരിക്കുകയാണ്. രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് മറച്ചുവെക്കുകയാണ്. ഇടതുപക്ഷത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് വ്യാജ വാർത്തകൾ എന്ന പോലെ സർവേകൾ തട്ടിക്കൂട്ടി വടിവെട്ടിക്കുന്നവരായി മാധ്യമ മുന്നണി മാറിയ ഈ ഘട്ടത്തിൽ ബദൽ മാധ്യമ സംസ്കാരത്തിന്റെ അനിവാര്യതയാണ് നമുക്ക് മുന്നിൽ തെളിയുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ വടകര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ നോട്ടീസ്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ആണ് നോട്ടീസ് നൽകിയത്. വടകര ജമാഅത്ത് പള്ളിയോട് ചേർന്ന വഖഫ് ഭൂമിയിൽ ഈദ് വിത്ത് ഷാഫി എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിനാണ് നോട്ടീസ്. 3 ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം. ആരാധനാലയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ഷാഫി പറമ്പിൽ പ്രഥമ ദൃഷ്ടി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും നോട്ടീസിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ വർധനവ് തുടരുന്ന സാഹചര്യത്തിൽ പീക്ക് സമയത്ത് വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്ന് KSEB അറിയിച്ചു. ഇലക്ട്രിക് സ്കൂട്ടർ ചാർജിംഗ് ഒഴിവാക്കിയാൽ ഇതിനു വേണ്ടുന്ന വൈദ്യുതി ഉപയോഗിച്ച് 2 9 വാട്ട്സ് LED ബൾബ്, 2 20 വാട്ട്സ് LED YouTube, 30 വാട്ട്സിന്റെ 2 BLC ഫാനുകൾ, 25 ഡിഗ്രി സെന്റിഗ്രേഡിൽ കുറയാതെ പ്രവർത്തിക്കുന്ന 1 ടണ്ണിന്റെ ഒരു 5 സ്റ്റാർ AC എന്നിവ ഏകദേശം 6 മണിക്കൂർ സമയത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് KSEB വ്യക്തമാക്കി. പീക്ക് ലോഡ് സമയങ്ങളിൽ വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നതു കാരണം വോൾട്ടേജിൽ വ്യതിയാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് വൈദ്യുതി വാഹനത്തിന്റെ ബാറ്ററിയുടെ ആയുസ്സിനെ ബാധിച്ചേക്കാമെന്നും അതുകൊണ്ട് പീക്ക് ലോഡ് അല്ലാത്ത സമയങ്ങളിൽ വൈദ്യുതി വാഹനം ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും KSEB വ്യക്തമാക്കി. ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ അധിക ലോഡ് കാരണം ഫീഡറുകളിൽ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ സാധിക്കുമെന്നും അതിനാൽ പൊതുജനങ്ങൾ ഇക്കാര്യങ്ങൾ പുലർത്തണമെന്നും KSEB അറിയിച്ചു. 10 കോടി യൂണിറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപഭോഗം. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ജനാധിപത്യം തകർത്ത് സ്വച്ഛാധിപത്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുകയാണ് നരേന്ദ്രമോദിയും NDA സർക്കാരും നടത്തുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ LDF റാലിയിൽ സംസാരിക്കുകയായിരുന്നു കാരാട്ട്. ഏകാധിപത്യത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായാണ് 2 മുഖ്യമന്ത്രിമാരെയും ഹേമന്ത് സാറിനെയും അരവിന്ദ് കെജ്രിവാളെയും തടവിലടച്ചത്. ഇവരുടെ പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ അനുവദിക്കാതിരിക്കുകയാണ് ലക്ഷ്യം. ഭരണഘടന ഉറപ്പു നൽകുന്ന മതനിരപേക്ഷത 10 വർഷം കൊണ്ട് തകർത്തു. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം മതന്യൂനപക്ഷങ്ങൾ 2ാം തരം പൗരന്മാരായി കഴിഞ്ഞു. മൂന്നാമതും BJP അധികാരത്തിൽ വന്നാൽ RSS വിഭാവനം ചെയ്യുന്ന ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള യാത്ര എളുപ്പമാകും. ഹിന്ദു രാഷ്ട്രം എന്നത് അദാനി അംബാനി രാഷ്ട്രമാണ് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ പ്രവർത്തകരെ എല്ലാം ജയിലിലടക്കുന്നു. കേന്ദ്ര ഏജൻസികളായ ED, CBI, ID തുടങ്ങിയവരെല്ലാം ഉപയോഗിച്ച് പ്രതിപക്ഷം സംസ്ഥാനങ്ങളെയും വേട്ടയാടുന്നു. ഈ ഭരണകൂടം തന്നെയാണ് രാജ്യത്തെ കർഷകരെ തകർക്കാൻ നിയമങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് ലോകസഭയിൽ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം കൂട്ടണമെന്ന് പറയുന്നത്. ബദൽ മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കും എന്നതിന്റെ ഉറപ്പാണ് ഇടതുപക്ഷത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല. മോദി പിന്തുടരുന്ന നയം കോൺഗ്രസിന്റെ നരസിംഹറാവു തുടങ്ങിവെച്ച സ്വകാര്യവൽക്കരണ ആഗോളവൽക്കരണ നയം ആണ്. ഇതിനെ എതിർക്കാൻ ഇടതുപക്ഷത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമേ വഴിയുള്ളൂവെന്നും കാരാട്ട് പറഞ്ഞു. മയിൽ റാലിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, LDF നേതാക്കളായ CP മുരളി, N ചന്ദ്രൻ, EPR വേശാല, K സാജൻ, മീഥലെ കരുണൻ, KC രാമചന്ദ്രൻ, K സന്തോഷ്, K ചന്ദ്രൻ, PK ശ്യാമള, അബ്ദുറഹ്മാൻ പാവന്നൂർ എന്നിവർ സംസാരിച്ചു. KV ഗോപിനാഥ് അധ്യക്ഷനായി. N അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. LDF പരസ്യം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഹാലിളകിയ മുസ്ലിം ലീഗ് നേതാവ് പത്രം കത്തിച്ചു. ശനിയാഴ്ച പുറത്തിറങ്ങിയ സുപ്രഭാതം ദിനപത്രമാണ്
കൊടിനി ചെറുപാറ സ്വദേശിനി നെച്ചിക്കാട്ട് കോമുട്ടി ഹാജി കത്തിച്ചത്. ശനിയാഴ്ച രാവിലെ 7-ന് ആളുകൾ നോക്കി നിൽക്കെ നടുറോഡിൽ നിന്നാണ് പരസ്യമായി പത്രം കത്തിച്ചത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം കിട പൗരന്മാരാകാം, ഇടതില്ലെങ്കിൽ എന്ന വാചകത്തോടു കൂടിയുള്ള മുഴുവൻ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ ആളിളകിയാണ് KMCC നേതാവായ ഇയാൾ പത്രം കത്തിച്ചത്. LDF തെരഞ്ഞെടുപ്പ് പരസ്യവാചകവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രവും പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമസ്ത വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം പരസ്യമായി കത്തിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. പത്രം കത്തിച്ചതിലൂടെ വിഭാഗത്തിന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തു എന്നാണ് പ്രവർത്തകർ പറയുന്നത്. ലീഗ് നേതാവിന്റെ പ്രവൃത്തി ശരിയായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നിലനിൽക്കുന്ന സമസ്ത മുസ്ലിം ലീഗ് തർക്കം മാറി നീക്കി പുറത്തു വന്നതിന്റെ തെളിവാണ് പത്രം കത്തിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കണ്ണൂരിൽ 65-കാരിക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. സംഭവം കെ സുധാകരൻ്റെ സ്വീകരണത്തിനിടെ. കണ്ണൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ്റെ സ്വീകരണ പരിപാടിക്കിടെ 65-കാരിക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. തൻ്റെ സ്ഥലം കയ്യേറി ഓഫീസ് നിർമ്മിച്ചതിനെക്കുറിച്ച് നേതാക്കളോട് പരാതി പറയാനെത്തിയ പെരിങ്കോനി ആന്തൂർ വീട്ടിൽ ലക്ഷ്മിക്കുട്ടിയെയാണ് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ച് ജീവച്ഛമാക്കിയത്. സ്വീകരണ സ്ഥലത്ത് സമീപം ഏറെ നേരം അബോധാവസ്ഥയിൽ വീണുകിടന്ന സ്ത്രീയെ കോൺഗ്രസ് പ്രവർത്തകർ ആരും തിരിഞ്ഞു നോക്കുകയോ ആശുപത്രിയിൽ എത്തിക്കുകയോ ചെയ്തില്ല. ബോധം വന്ന ശേഷം ഇവർ തന്നെയാണ് അയൽവാസികളോട് സംഭവം വിവരിച്ചത്. ശനിയാഴ്ച പകൽ 11-ഓടെയാണ് ക്രൂരത അരങ്ങേറിയത്. സ്വീകരണം ഏർപ്പെടുത്തിയ സ്ഥലത്താണ് ലക്ഷ്മിക്കുട്ടിയുടെ വീട്. ഒറ്റയ്ക്കാണ് താമസം. ഇവർക്ക് അവകാശപ്പെട്ട സ്ഥലം കയ്യേറിയാണ് കോൺഗ്രസ് ഓഫീസ് നിർമ്മിച്ചതെന്ന് ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും കോൺഗ്രസ് ഓഫീസ് ഉൾപ്പെടുന്ന സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ നേതൃത്വം തയ്യാറായില്ല. മാത്രമല്ല, വഴി തടസ്സപ്പെടുത്തിയും അസഭ്യം പറഞ്ഞും കോൺഗ്രസുകാർ ഇവരെ നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് നേതാക്കളോട് പരാതി പറയാനാണ് യോഗസ്ഥലത്തേക്ക് പോയതെന്ന് ലക്ഷ്മിക്കുട്ടി പറയുന്നു. സുധാകരൻ എത്തിയിരുന്നില്ല. സംസാരത്തിനിടെ ഏതാനും കോൺഗ്രസ് പ്രവർത്തകർ അടുത്ത പറമ്പിലേക്ക് വലിച്ചിഴിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ വോട്ട് ആദ്യഘട്ടം 1660 വരെ വോട്ട് ചെയ്തു. പോളിംഗ് ബൂത്തിൽ ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനൊരുക്കിയ വോട്ടർ ഫെസിലിറ്റി സെന്റർ വഴി വോട്ട് ചെയ്തത് 1660 ഉദ്യോഗസ്ഥർ. കണ്ണൂർ ജില്ലയിലെ വിവിധ നിയോജകമണ്ഡലങ്ങളായി പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം നടന്ന കേന്ദ്രങ്ങളാണ് VFC സെന്ററുകൾ ഒരുക്കിയത്. ആകെ 2085 പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷകളാണ് മറ്റു ജില്ലകളിലേക്ക് അയച്ചത്. ഇതിൽ 1122 പേരുടെ പോസ്റ്റൽ ബാലറ്റുകളാണ് വോട്ടിങ്ങിനായി ലഭ്യമാക്കിയത്. ഏപ്രിൽ 19 വരെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ വോട്ടിനായുള്ള അപേക്ഷ സ്വീകരിച്ചത്. ബാലറ്റ് ലഭിക്കാൻ ബാക്കിയുള്ളവർക്ക് ഏപ്രിൽ 22, 23, 24 തീയതികളിൽ ജില്ലാ കേന്ദ്രമായ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക വുമൻസ് കോളേജിൽ നിന്നും പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുൻ ജീവനക്കാരിൽ പോസ്റ്റൽ ബാലറ്റിനെ അപേക്ഷിച്ചവർക്കും ഈ സെന്ററിൽ വോട്ട് ചെയ്യാം. തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടറായിരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഡ്യൂട്ടിയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അതാത് ലോക്സഭാ മണ്ഡലത്തിലെ ഏത് പോളിംഗ് ബൂത്തിലും വോട്ട് ചെയ്യാം. ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി ഉദ്യോഗസ്ഥർ അവരവരുടെ നിയോജക മണ്ഡലങ്ങളിലെ AROമാർക്ക് ഏപ്രിൽ 22 വരെ അപേക്ഷ സമർപ്പിക്കാം. അവശ്യ സർവീസ് പോസ്റ്റൽ വോട്ടിംഗിന് തുടക്കം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ അവശ്യ സർവീസ് വോട്ടർമാർക്കുള്ള പോസ്റ്റൽ വോട്ടിംഗിന് തുടക്കമായി. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ സജ്ജമാക്കിയ പോസ്റ്റൽ വോട്ടിംഗ് സെന്ററുകളിൽ നേരത്തെ അപേക്ഷ സമർപ്പിച്ചവരാണ് വോട്ട് ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ആദ്യമായി ഇത്തവണ പോസ്റ്റൽ വോട്ടിന് അനുമതി ലഭിച്ചിരുന്നു. ഇരിക്കൂർ ശ്രീകണ്ഠാപുരം HSS, തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ, അഴീക്കോട് കൃഷ്ണമേനോൻ വനിതാ കോളേജ്, കണ്ണൂർ GVHSS, ധർമ്മടം SN ട്രസ്റ്റ് HSS തോട്ടട, മട്ടന്നൂർ HSS, പേരാവൂർ സെന്റ് ജോസഫ് HSS തുണ്ടിയും എന്നിവയാണ് വോട്ടിംഗ് കേന്ദ്രങ്ങൾ. വടകര ലോക്സഭാ മണ്ഡല പരിധിയിലുള്ള തലശ്ശേരി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിനും PVC ആരംഭിച്ചു. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, കൂത്തുപറമ്പ് ധർമ്മനഗരി കോളേജ് എന്നിവയാണ് കേന്ദ്രങ്ങൾ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പയ്യന്നൂർ, കന്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളിൽ 21-നാണ് പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ ആരംഭിക്കുക. തുടർച്ചയായ 3 ദിവസം ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സെന്ററിലെത്തി വോട്ട് രേഖപ്പെടുത്താം. ആവേശമായി സ്വീപ്പിന്റെ ബൈക്ക് റാലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്വീപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബൈക്ക് റാലി ആവേശമായി. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, പോലീസ് ഒബ്സർവർ സന്തോഷ് സിംഗ്, സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ നഗരത്തിലൂടെ ബൈക്ക് റാലി നടത്തിയത്. വോട്ടറായതിൽ അഭിമാനിക്കുക, വോട്ട് ചെയ്യാൻ തയ്യാറാകുക, ഒരു വോട്ടും പാഴാക്കരുത്, എന്റെ വോട്ട് എന്റെ ഭാവി തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു ബൈക്ക് റാലി. കളക്ടറേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി പൊതുനിരീക്ഷകൻ മാൻവേന്ദ്ര പ്രതാപ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കളക്ടറേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് റാലി സ്റ്റേഡിയം കോർണർ, പുതിയ ബസ് സ്റ്റാൻഡ്, ഭരണശ്ശേരി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. പയ്യാമ്പലം ബീച്ചിൽ സമാപിച്ചു. ജില്ലാ ഭരണകൂടത്തിലെ ജീവനക്കാരാണ് ബൈക്ക് റാലിയിൽ അണിനിരന്നത്. ചടങ്ങിൽ എക്സ്പെൻഡിച്ചർ ഒബ്സർവർ ആരുഷി ശർമ്മ പങ്കെടുത്തു.
തെരഞ്ഞെടുപ്പ് ഗൈഡ് പ്രകാശനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ഗൈഡ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺ കെ വിജയൻ പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകൻ, ലൈസൻസ് ഓഫീസർമാർ, ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നിയമനമുള്ള ഉദ്യോഗസ്ഥർ എന്നിവരുടെ വിവരങ്ങൾ, തെരഞ്ഞെടുപ്പ് കലണ്ടർ, ജില്ലാ മാപ്പുകൾ, സ്ഥിതിവിവര കണക്ക്, കണ്ണൂർ മണ്ഡല സ്ഥാനാർത്ഥി പട്ടിക, ജില്ലാ നോഡൽ ഓഫീസർമാർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, ഇലക്ടറൽ റോൾ ഓഫീസർമാർ, കൺട്രോൾ റൂം നമ്പറുകൾ, ജില്ലയിലെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സൂക്ഷിപ്പ് വിതരണ കേന്ദ്രങ്ങൾ, വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ, തെരഞ്ഞെടുപ്പ് ആപ്പുകൾ, തെരഞ്ഞെടുപ്പ് ചരിത്രം, മാതൃകാ പെരുമാറ്റച്ചട്ടം, ഹരിത പെരുമാറ്റച്ചട്ടം, മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, മുൻ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഗൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ, പോലീസ് ഒബ്സർവർ സന്തോഷ് സിംഗ് ഗൗർ, ADM കെ നവീൻ ബാബു, ചെലവ് നിരീക്ഷക ആരുഷി ശർമ്മ, പൊതുനിരീക്ഷകൻ മാനവേന്ദ്ര പ്രതാപ് സിംഗ് തുടങ്ങിയവർ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്താ സമാപിക്കുന്നു. ഒരു നാളെ കാണാം. നമസ്കാരം.